ഇത് പിന്നെ കണ്ടില്ലേ പുറത്തൊക്കെ ഭയങ്കര തണവാ, ഫുള്ള് മഞ്ഞാണ്. ഈ തണുവുള്ള കാരണം തോന്നുന്നുണ്ട് എനിക്കിവിടെ ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട്. തണുവുള്ള ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഈ തണുവുള്ള സമയത്ത് ഒരു ചൂട് ചായ കിട്ടാണെങ്കിൽ നൈസായിട്ടാ. ഈ ഷിൻചാൻ എവിടെയാ? ആ ഷിൻചാൻ ചിലപ്പോ പുറത്ത് വെയിറ്റ് ചെയ്യണ്ടാവും. ഞാൻ പിന്നെ അവനോട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ മിക്കവാറും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി ഉണ്ടാവും. നമുക്കൊന്ന് നോക്കി നോക്കാം. ആ ഇതല്ലേ ഷിൻചാനോടെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി. ഇത് എന്തൊരു വലിയ ട്രീയാ. ഇത്ര വലിയ ട്രീയുടെ ആവശ്യമില്ല, ഒരു ചെറിയ ക്രിസ്മസ് ട്രീ മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വലുത് കിടന്നോട്ടെ. ക്രിസ്മസ് ട്രീയുടെ അടിയിൽ കുറെ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റിലൊന്നുമില്ല, അതൊക്കെ ഡമ്മിയാണ്. അല്ല എടാ പിഞ്ചാനെ, നീ എന്താ ഇവിടെ? എന്താ എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വന്നൂടെ? ഒന്നുമില്ലെങ്കിലും കുറച്ചാലും വീട്ടിലില്ലേ? ആ അത് ശരിയാണ്. ഈ പിഞ്ചാൻ കുറച്ചാലും എന്റെ വീട്ടിൽ നിന്നുണ്ട്. ഇപ്പൊ പിന്നെ പിഞ്ചാൻ നമ്മുടെ കൂടെ നിൽക്കണേ. അവനവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കണേ. ഇവൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുള്ളൂ. ആ എന്തായാലും ആവട്ടെ. ഇവിടെ പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് പരിപാടി ഉണ്ട്. നമുക്കിനി വീട്ടിലെ കുറെ കളർബോർഡൊക്കെ വെക്കണം, കുറെ ലൈറ്റ് ഒക്കെ വെക്കണം. പിന്നെ സ്നോമാനൊക്കെ ഉണ്ടാവില്ലേ, സ്നോമാനൊക്കെ പണിയണം. അന്നേരം കാണാനായിട്ട് രസമുണ്ടാവേ. ഇപ്രാവശ്യം ക്രിസ്മസ് വെക്കണം. ഒരു മിനിറ്റ്, ഇതെന്തത്? ഈ മച്ചാൻ നമ്മളെ വിളിക്കണല്ലോ. എടാ മച്ചാനെ, എന്താ വിളിച്ചേ? ഹാപ്പി ക്രിസ്മസ്. ആടെ ഫാക്കിന് ഹാപ്പി ക്രിസ്മസ്. അല്ല ഫാക്കിന് ക്രിസ്മസ് ആയിട്ട് പരിപാടി. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയില്ല. ഞാൻ ഷിൻചാനോട് ക്രിസ്മസ് ട്രീ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പരിപാടി ഉണ്ട്, കുറെ ലൈറ്റ് ഒക്കെ വെക്കണം. ശരി, അങ്ങനെയാണോ? എടാ ഫ്രാങ്ക്ലിനെ, ഒരു കാര്യം ചെയ്യ്. നിന്റെ വീട്ടിലെ നീ ഒന്നും ചെയ്യണ്ട. നീ നേരെ ഇന്ത്യയിലേക്ക് വായോ, എന്റെ വീട്ടിലേക്ക് വായോ. ഞാനിവിടെ വീടൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തേ. അത് മാത്രല്ല, സാന്റാക്ലോസ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സാന്റാക്ലോസ് നിന്നെയും അന്വേഷിക്കുന്നുണ്ട്. നീ അപ്പൊ കാര്യം ചെയ്യ്, പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വാ. ശരിക്കും സാന്റാക്ലോസ് നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? എടാ മച്ചാനെ, നീ കാര്യമായിട്ടാണ് പറയണേ. ആടെ ഫാക്കിനെ, ഞാൻ കാര്യമായിട്ടാ പറയണേ. സാന്റാക്ലോസ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതെ, നീ കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോരെ. സാന്റാക്ലോസ് ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഒക്കെ ഓപ്പണാക്കണ്ടേ? ആടെ മച്ചാനെ, ആ ഗിഫ്റ്റ് ഒക്കെ ഓപ്പണാക്കണം. അതെ, നീ അപ്പൊ വെയിറ്റ് ചെയ്യ്, ഞാൻ പിഞ്ചാനും പോരാ. എന്താ ആരംഭിച്ചേ? ഒന്നുമില്ല, ആ നമ്മുടെ മച്ചാനെ വിളിച്ചേ. മച്ചാൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞു. വേറൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയിലെ സാന്റാക്ലോസ് വന്നേക്കാണ്. നമുക്കപ്പോ സാന്റാക്ലോസിനെ പോയിട്ട് കാണാം. സാന്റാക്ലോസ് പിന്നെ നമുക്ക് വേണ്ടിട്ട് ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കുണ്ട്, ഷിൻചാനുണ്ട്, പിഞ്ചാനുണ്ട്, പിന്നെ മച്ചാനും. നമുക്ക് 4 പേർക്കും ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് 4 പേർക്കും ഗിഫ്റ്റ് ഉണ്ടാ? ഓ, ഇത് കൊള്ളാലോ. എന്നാ പിന്നെ നമുക്ക് വേഗം ഇന്ത്യയിലേക്ക് പോവാം. അല്ല, എങ്ങനെ ഇന്ത്യയിലേക്ക് പോവാ? ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാ? ഇന്ത്യയിലേക്ക് പോകാനായിട്ട് നമുക്ക് ഫ്ലൈറ്റ് വേണ്ട, കാർ ഓടിച്ച് പോകാൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ, ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് വേണം. നമുക്ക് കാർ ഓടിച്ചിട്ട് പോകാനൊക്കെ പറ്റും. പക്ഷെ കാർ ഓടിച്ച് പോവാണെങ്കിൽ കുറെ ടൈം എടുക്കും. നമുക്ക് പിന്നെ ഇന്നെ എന്നാലും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ആ നമുക്ക് ഫ്ലൈറ്റ് കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എയർപോർട്ടിൽ പോവാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്ലെയിൻ അടിച്ചു മാറ്റാം. എന്നിട്ട് നേരെ ഇന്ത്യയിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ആണോ? എന്നാ ശരി. എന്നാ പിന്നെ വേഗം എയർപോർട്ടിലേക്ക് പഠിച്ചോ. എനിക്ക് പിന്നെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പണാക്കണേ. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡാ. ഓയ് ബല്ലേ. ഓക്കേ, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് വന്നേക്കാം. ഇനിയിപ്പോ നമുക്ക് ഒരു പ്ലെയിൻ വേണം. ഇവിടെ പിന്നെ ആക്ച്വലി ഇഷ്ടംപോലെ പ്ലെയിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ വലിയ സൈസ് പ്ലെയിനാണ്. എനിക്ക് പക്ഷേ വലിയ പ്ലെയിൻ വേണ്ട. ഈ വലിയ പ്ലെയിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് വേണ്ടത് ഒരു ചെറിയ പ്ലെയിനാ. ഇവിടെ പിന്നെ 3 ആൾക്കാരുള്ളൂ, ഞാനും ഷിൻചാനും. നമുക്ക് 3 പേർക്ക് പോകാനായിട്ട് ഒരു ചെറിയ പ്ലെയിൻ മതി. ഈ ഭാഗത്ത് പിന്നെ ചെറിയ പ്ലെയിൻ കാണാല്ലേ, ഒക്കെ വലിയ സൈസ് പ്ലെയിനാ. ഇവിടെ എവിടെയെങ്കിലും ചെറിയ പ്ലെയിൻ ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വെയർഹൗസ് ഉണ്ട്.
ആ ഇതല്ലേ ഇവിടെ ഒരു പ്ലെയിനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയ പ്രൈവറ്റ് ജെറ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ പ്ലെയിനാ വേണ്ട. നമുക്കിപ്പോ ഈ പ്ലെയിൻ അടിച്ചു മാറ്റാം. ഈ ഭാഗത്തേക്ക് ആരെയും കാണാനില്ല. എടാ ഷിൻചാനെ ഞാൻ കേറ്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. പ്ലെയിനിൽ കയറിയേക്കാ. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. നമുക്ക് ഈ പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്യാം. അല്ല ഈ പ്ലെയിൻ ഇപ്പൊ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാ. ഇവിടെ എനിക്ക് രണ്ടിനും കാണാനില്ലേ. എയർപോർട്ടിലൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. വിസിബിലിറ്റി തീരെ കിട്ടുന്നില്ല. ആ ഇതാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ റൺവേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാം. നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ചെയ്തേക്കാം. മുമ്പില് ഒന്നും കാണില്ല. എനിക്ക് ഒന്നും കാണാനില്ല. എടാ ഷിൻചാനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാണ്ടോ? ഇല്ല ഫ്രാങ്ക്ലിന, നമുക്കും ഒന്നും കാണാനില്ല. വിസിബിലിറ്റി തീരില്ല. അടിയിൽ പിന്നെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് കാണാനുണ്ട്. മുമ്പിൽ മറ്റേ ബാങ്ക് ബിൽഡിംഗ് ഒക്കെ എനിക്ക് കാണാനുണ്ട്. അത് പിന്നെ ലോസ് ആഞ്ചലസിലെ ബിൽഡിംഗ് അല്ലേ? ആ അത് ശരിയാണ്. മേസ് ബാങ്ക് ബിൽഡിംഗ് എനിക്ക് കാണാനുണ്ട്. അത് ലോസ് ആഞ്ചലസിലെ ബിൽഡിംഗ് ആണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ പോവാം. എവിടെയെങ്കിലൊക്കെ എത്തൂലോ. ഭൂമി കൊണ്ടല്ലേ. ഗൈസ് അതിനു മുൻപേ ഈ വീഡിയോ ലൈക്ക് ചെയ്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അത് മാത്രമല്ല ചാനൽ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക. നമുക്കപ്പോ ഇന്ത്യയിലേക്ക് പോവാം. ഓക്കെ നമ്മളങ്ങനെ ഇന്ത്യയിലേക്ക് വന്നേക്കാം. ഇന്ത്യയിൽ പിന്നെ കാലാവസ്ഥ കുഴപ്പമില്ല. ഇവിടെ മുമ്പിലുള്ളതൊക്കെ കാണാണ്ട് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഫ്ലൈറ്റിൽ പിന്നെ റഡാറൊക്കെ ഉണ്ടാവില്ലേ. ആ റഡാറൊക്കെ നോക്കിട്ട് എങ്ങനെയൊക്കെ ഞാൻ ഇന്ത്യയിലെത്തി. ഇനിയിപ്പോ നമുക്ക് ഈ പ്ലെയിനിൽ ലാൻഡ് ചെയ്യാം. ഇവിടത്തെ എയർപോർട്ട് എവിടെയാ? ഇവിടത്തെ എയർപോർട്ടിന്റെ റൺവേ എനിക്ക് കാണാനില്ല. അതും മിക്കവാറും മഞ്ഞ് മൂടി കിടക്കും. ആ മുമ്പിലുള്ള സ്ഥലം തോന്നുന്നുണ്ട് എയർപോർട്ട്. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പ്ലെയിനെ ഇവിടെ ലാൻഡ് ചെയ്യാം. ഇതായിരിക്കും റൺവേ. ഓക്കെ നമ്മളങ്ങനെ പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്തു. സേഫ് ലാൻഡിങ്, വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് ഈ പ്ലെയിനില്ലേ അതിവിടെ നിർത്തിടാം. മച്ചാന്റെ വീട് പിന്നെ ഇവിടെ അടുത്താ. അധികം ദൂരമില്ല. എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. അങ്ങോട്ട് പോകാനായിട്ട് വണ്ടികളുടെ ആവശ്യമില്ല. നമുക്ക് നടന്നു പോയാലും മതിയാവും. എടാ ഷിൻചാനെ വായോ. നമുക്ക് ഇനി മച്ചാന്റെ വീട്ടിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഇത് മച്ചാന്റെ വീടാണോ? ഗൈസ് നോക്കിയേ, മച്ചാന്റെ വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാ. ഇത് കാണാൻ നൈസായിണ്ട്. എടാ ഷിൻചാനെ വേഗം വാ. നമുക്ക് മച്ചാന്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ നമ്മളങ്ങനെ മച്ചാന്റെ വീട്ടിൽ വന്നേക്കാണ്. ഇത് പിന്നെ അവിടെ 4 കണ്ടെയ്നറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതായിരിക്കും നമുക്കുള്ള ഗിഫ്റ്റ്. അതിനകത്ത് അതൊക്കെ നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ടായാലും മച്ചാന്റെ വീട് കൊള്ളാം. ഡെക്കറേറ്റ് കാണാൻ ഭംഗിയുണ്ട്. എടാ മച്ചാനെ ഹാപ്പി ക്രിസ്മസ്. ഇതുണ്ടല്ലേ സാന്റാക്ലോസും കൊടുക്കുന്നുണ്ട്. സാന്റാ മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ് ഫ്രാങ്ക്ലിനെ. മേരി ക്രിസ്മസ്. എല്ലാവർക്കും മേരി ക്രിസ്മസ്. എടാ ഫ്രാങ്ക്ലിനെ, എനിക്കറിയാമോ നീ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കില് കുറച്ച് കണ്ടെയ്നറൊക്കെ ഇല്ലേ, അതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അതൊക്കെ മിസ്റ്ററി കണ്ടെയ്നറാണ്. ബാക്കിയുള്ളവർക്ക് നല്ല ഗിഫ്റ്റ് ഒക്കെ കിട്ടും. ശരി, അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ നോക്കിയോട്ടെ. ഇതിലൊക്കെ ബാക്കിയുള്ള നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ 4 പെട്ടിയില്ലേ. അതെ ഫ്രാങ്ക്ലിന, ആദ്യം ഞാൻ പോയിട്ട് ഓപ്പണാക്കാം. ഞാൻ ഓപ്പണാക്കിയിട്ട് ബാക്കിയുള്ളവർ ഓപ്പണാക്കിയാൽ മതി. ഇതാണ് എന്റെ കണ്ടെയ്നർ. നമുക്ക് അതിന്റെ വായുവിലേക്ക് ചുറ്റുമ്പോൾ പറയാം. എന്നിട്ട് അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. 3, 2, 1 ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. എന്തായി? എനിക്കിവിടെ എന്താ കിട്ടിയേ? സൈക്കിളാ? എനിക്ക് സൈക്കിളാണ് കിട്ടിയേ. ക്രിസ്മസ് എനിക്ക് സൈക്കിളാണ് ഗിഫ്റ്റ് കിട്ടിയേ. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് സൈക്കിൾ കിട്ടിയല്ലോ. അതന്നെ വലിയ കാര്യം. സാന്റാക്ലോസേ, താങ്ക് യു. എനിക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ സാധാരണ സൈക്കിളല്ല, ഇതൊരു ഗിയറുള്ള സൈക്കിളാ. പിന്നെ ഈ സൈക്കിളില് ബൂസ്റ്ററുണ്ട്. അതിപ്പോ ഏതായാലും നന്നായിണ്ട്.
എന്നാ പിന്നെ ശരി അപ്പോ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓപ്പൺ ആക്കാം. ഷിൻചാനെ സൈക്കിൾ കിട്ടിയേ. എനിക്കിനി എന്താ കിട്ടാൻ പോണേ. അപ്പൊ ഇതാണ് എന്റെ പെട്ടി. നമുക്കത് സ്റ്റിക്ക് ബോംബ് പറയാം. എന്നിട്ട് അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, എനിക്കിപ്പോ എന്താ കിട്ടിയേ? ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. എനിക്കിവിടെ ഒരു വണ്ടി കിട്ടിയേ. അതും ഒരു ഓഫ് റോഡ് വണ്ടി. ഓ, ഇത് കൊള്ളാം. നൈസായിണ്ട്. ഇത് പിന്നെ ഓഫ് റോഡ് വണ്ടിയാണ്. മഞ്ഞുള്ള സ്ഥലത്ത് ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. വണ്ടി സ്ലിപ്പാവില്ലേ? അതിപ്പോ ഏതായാലും നന്നായി. എനിക്കും ഈ വണ്ടി ഭയങ്കര ഇഷ്ടായി. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഓപ്പൺ ആക്കാം. നമുക്ക് ഇവന്റെ വയറിലേക്കും സ്റ്റിക്ക് ബോംബ് പറയാം. എന്നിട്ട് അതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോ എന്താ കിട്ടിയേ? ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. എനിക്കിവിടെ ഒരു ബൈക്ക് കിട്ടിയേ. അതും ഒരു സ്റ്റണ്ട് ബൈക്ക്. ഇതും ഏതായാലും കൊള്ളാം. നൈസായിണ്ട്. ക്രിസ്മസ് ആയിട്ട് എനിക്ക് സ്റ്റണ്ട് ബൈക്ക് ഗിഫ്റ്റ് കിട്ടിയേ. എന്തായാലും അതെ, ഇവിടെ ഷിൻചാനും മച്ചാനും നല്ല ഗിഫ്റ്റ് കിട്ടിട്ടാ. 3 പേർക്കും വണ്ടികളെ കിട്ടിയേ. എനിക്കിനി എന്താ കിട്ടാൻ പോണേ. നമുക്ക് നോക്കി നോക്കാം. ആ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. എനിക്കിപ്പോ എന്താ കിട്ടിയേ? ഒരു മിനിറ്റ്. ഇതൊരു സൂപ്പർ കാറല്ലേ? ഇത് കൊള്ളാലോ. ഗൈസ്, ഇതല്ലേ എനിക്കിവിടെ ഒരു സൂപ്പർ കാർ കിട്ടിയേക്ക. ഇത് ആക്ച്വലി ഇത് പഴയ മോഡൽ സൂപ്പർ കാറാ. ഈ പഴയ മോഡൽ സൂപ്പർ കാറൊക്കെ ഭയങ്കര റയറാണ്. ഒരു റയർ സൂപ്പർ കാറാ എനിക്ക് കിട്ടിയേ. സാന്റാക്ലോസേ, താങ്ക് യു. എനിക്ക് കാറ് ഭയങ്കര ഇഷ്ടായി. എന്നാ പിന്നെ ശരിയപ്പോ, നമുക്കിനി പിന്നെ പോയി കാണാം. അടുത്ത ക്രിസ്മസിന് കാണാം. ഈ കാറ് നൈസായിട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് കാലി കണ്ടിരുന്നത് കിട്ടുന്ന. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്കിവിടെ സൂപ്പർ കാർ കിട്ടിയേ. എന്തെങ്കിലും ആവട്ടെ. ഗൈസ്, അപ്പൊ ഇതോളം ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.